ദീൻ പഠിക്കുക എന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഒരിക്കലും പ്രാസംഗികനാകലോ ക്ലാസ് എടുക്കുന്നവനാകലോ മജ്ലിസുകൾ സദസ്സുകളിൽ നേതൃത്വം നൽകലോ ഒന്നുമല്ല. ചില ആളുകൾ അങ്ങനെ പറയും. കുട്ടികളെ ചിലപ്പോൾ അങ്ങനെ പഠിക്കുന്ന ആൾക്കാരെ തടയും. ഇവനങ്ങനെ പ്രസംഗിക്കാനൊന്നും കഴിവില്ല, അപ്പം പിന്നെ ദീൻ പഠിക്കണ്ട എന്ന് പറയും. ദീൻ പഠിക്കുന്നത് പ്രസംഗിക്കാനല്ല. സഹോദരങ്ങളെ, ദീൻ പഠിക്കുക എന്നത്, അള്ളാഹുവിൻ്റെ ദീനിൽ ഫിഖ്ഹ് ഉണ്ടാക്കുക എന്നത്, അവഗാഹം ഉണ്ടാക്കുക എന്നത് ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചു എന്നതിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അൽ ഫിഖ്ഹു മിൻ അഅ്ളമിൽ ഉലൂം, വിജ്ഞാനങ്ങളിൽ വെച്ച്, ദീനുമായി ബന്ധപ്പെട്ട അറിവുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മഹത്തരമായ വിജ്ഞാനങ്ങളിലൊന്നാണ് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനം, ഫിഖ്ഹ് പഠിക്കുക എന്നത്. എങ്ങനെ ശുദ്ധീകരിക്കണം, എങ്ങനെ വുദു എടുക്കണം, എങ്ങനെ തയമ്മും ചെയ്യണം, എങ്ങനെ കുളിക്കണം, ജനാബത്തിൻ്റെ കുളി എങ്ങനെയാണ്, എങ്ങനെ നിസ്കരിക്കണം, റുക്നുകൾ എന്താണ്, ഷർത്തുകൾ എന്താണ്, ഫർദുകൾ എന്താണ്, സുന്നത്തുകൾ എന്താണ്, കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ പഠിക്കുക എന്നത് വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നാട്ടിൽ താമസിക്കുമ്പോഴും യാത്രക്കാരനായാലും ഫിഖ്ഹ് അവന് ആവശ്യമാണ്, കർമ്മശാസ്ത്രം ആവശ്യമാണ്. നിസ്കാരം എങ്ങനെ നിർവഹിക്കണം, വുദു എങ്ങനെ എടുക്കണം, അവൻ ഉറങ്ങുന്ന സന്ദർഭത്തിലും എഴുന്നേറ്റിരിക്കുമ്പോഴും അവന് കർമ്മശാസ്ത്രം ഫിഖ്ഹ് ആവശ്യമാണ്. എങ്ങനെ ഉറങ്ങണം, എന്തു ചൊല്ലണം, എങ്ങനെ കിടക്കണം. ഇങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഉറക്കത്തിലും ഉണർച്ചയിലും അവനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന അവന് ആവശ്യമായിട്ടുള്ള വിജ്ഞാനമാണ് കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ടാണ് അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ മർഉ ഇലൽ ഇൽമി അഹ്വജു മിന അത്ത്അമി വശറാബ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഭക്ഷണവും വെള്ളവും ആവശ്യമുള്ളതിനേക്കാൾ ഇൽമ് അവന് ആവശ്യമാണ്, വിജ്ഞാനം.